ലിയോ വെച്ചിട്ട് ഏകദേശം 10 വർഷം കണ്ട്. എന്നിട്ട് നമുക്കൊരു പ്ലാൻ പോലും കിട്ടിയിട്ടില്ല. എങ്ങനെ ഈ ആൻഡ്രൂ എന്ന് പറഞ്ഞതിൻ്റെ ഒരു പൂർവികരനെ എങ്ങനെ തോൽപ്പിക്കുമെന്ന്. എന്തായാലും ഇപ്പോൾ ലിയോടെ മറ്റേ ഇതെല്ലാം വെച്ചേക്കണ ഇവിടെ അല്ലേ. പേടിച്ച് ഇതൊക്കെ കൊണ്ടാണ് ലിയോൻ്റെ എല്ലാം കൊണ്ടുണ്ടാക്കിയത് കത്തിക്കാം. ഓക്കെ ലിയോ മിസ്സിങ് എന്തെങ്കിലും ആവട്ടെ. എന്തായാലും എനിക്ക് കുറച്ചേരം കഴിക്കാൻ വേണം. അത് നീ ആ സൂട്ട് ഊരി വെക്കുക, അല്ലെങ്കിൽ ആൾക്കാർ കാണും. മറന്നും പ്ലീസ് ചെയ്യൂട്ട്. തണുക്കും വിടാണ്. അത് നീ ഇങ്ങനെ ഇടക്കിടക്ക് പുറത്തുനിന്ന് ചാടി വരല്ലേ, പണിയാ. അതും എനിക്കറിയാടാ. ഓ ഇതൊക്കെ ഉള്ളു. എന്തെങ്കിലാണെങ്കിൽ എമറാൾഡും ഇല്ലടാ. എന്ത് ചെയ്യും? വെയിറ്റ്, എനിക്കൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? നമുക്ക് മറ്റേ ആ രാജാവായ നിൻ്റെ പൂർവികരനായ ആൻഡ്രൂജിനെ പോയി കണ്ടാലോ? കാണാം. നോക്കട്ടെ. എനിക്ക് അവനെ ഇഷ്ടമല്ല കാണാൻ. നോക്ക്, ഇപ്പം നിൻ്റെയിലാണെങ്കിൽ സ്പൈഡർമാൻ്റെ സ്ട്രെങ്ത് ഒക്കെ ഉണ്ടല്ലോ. അവൻ അടിക്കാൻ അവനാണെങ്കിൽ നമുക്ക് അവനെ കൊല്ലുന്നു, മാത്രമേ ഉള്ളൂ. ഇത്ര ഈസിയൊന്നുമല്ല ആൻഡ്രൂ ആദ്യത്തെ ജോക്കറാടാ. എനിക്ക് അവനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ 44ാമത്തെ ജോക്കറാണ്. സോ അവൻ്റെ ആ കൊട്ടാരം വരെ പോകാനും എനിക്കിഷ്ടമല്ല. ഞാൻ അവനെന്ത് കൊടുക്കും? അപ്പം ഭരണത്തിൽ വന്ന ശേഷം ഈ നാട് മൊത്തം കുട്ടിച്ചോറായി പോയ പോലെ. എടാ, എപ്പോഴും ഒരു മാൻ ഡയലോഗ് തെറ്റിപ്പോയതാ. ഞാൻ എന്താ പറയണമെന്ന് പറഞ്ഞേ. രാജാവേ, എനിക്ക് ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എനിക്ക് ജോലി എവിടെ നിന്നെങ്കിലും കിട്ടാൻ പറ്റുമോ? ജോലി അത് തരാം. പക്ഷേ ജോലി പകരം നീ എങ്ങനെ എന്ത് തരും? എനിക്ക് എൻ്റെ ഒരു വെള്ളക്കുതിരനെ തരാം. എൻ്റെ ജോലി എന്താണ്? രാജാവേതാ ഇവൻ്റെ വാങ്ങുന്നത് പാൻറ് മാത്രമുള്ളത് രാജാവേ. പാൻറ് കിട്ടാൻ നിൽക്കണ്ടേ? എൻ്റെ ഗതികേട്. രാജാവേ, എനിക്ക് ആയുധമൊന്നുമില്ലേ? ഓ ഓക്കെ ഓക്കെ. എൻ്റെ ഫാമിലി ഞാനില്ല. അങ്ങോട്ട് പോയി കിട്ടി. അപ്പം ഞാൻ ആ അപ്പം എൻ്റെ ജോലി ഷീപ്പുകളെ നോക്കണല്ലേ? ഓക്കെ, ഞാൻ അതുങ്ങളെ ഇതാക്കിയിട്ട് വരാം. എൻ്റെ ദൈവങ്ങളെ, ഇവനൊക്കെ വേണ്ടിയാണോ ഞാൻ ജോലി എടുക്കാൻ പോണേ? അവൻ്റെ മുന്നിൽ എനിക്ക് എടാ പൊട്ട, അവൻ എന്നോട് പറയുന്ന ഓരേ മിനിറ്റ് എനിക്ക് അവനെ കൊല്ലാനാടാ തോന്നിയേ. അന്ന് നിനക്ക് ഒന്നുകൂടെ വരാം. വെറുതെ എന്നെയും കൂടി ഇതാക്കാം. എനിക്ക് അവനെ ജോലിയും വാങ്ങേണ്ടി വന്നു. അവൻ്റെ ഷീപ്പ് രാജാ, നീ എന്താണ് ഷീപ്പിൻ്റെ അടുത്ത് ആയുധം കൊണ്ടിരിക്കാൻ പാടെന്ന് അറിയില്ല നിനക്ക്?
സോറി ജോർജ്, ക്യാപ്റ്റൻ ജോർജ്, ക്യാപ്റ്റൻ ജോർജ്. അത് ഞാൻ ആദ്യം എമറാൾഡ് കൊണ്ട് വല്ലതും അവൻ തന്നല്ലേ. ചേട്ടാ എന്താടാ കുറെ നാളല്ലോ വന്നിട്ട്. പച്ചക്കറിയാണോ മീറ്റാണ്? പച്ചക്കറി എന്നാ വേണ്ട. മീറ്റ് കട അവിടെ അല്ല. മീറ്റ് കടയെ ഞാനെത്തി. ഓയ് ഞാനിന്ന് പുളിച്ചെടുക്കുള്ളൂ ചേട്ടാ അവിടെ. ഓക്കെ പൊളിക്കാനോ? ഓക്കെ ഇനി ഇതെവിടെ വെക്കും നമ്മ? എക്സ്ചേഞ്ച് കിട്ടും ഉള്ളല്ലോ. അങ്ങനെ അവൻ്റെ ആടുകളെ കാണാം. രാജാവ് ഒരു ടൂറിന് പുറപ്പെട്ടു കഴിഞ്ഞു. എടാ വെനം, എന്താ മൂടും പോയി നിന്റെ? അവൻ്റെ അടുത്തൊക്കെ പോയി നീ എന്താണ് കാണിച്ചത്? എൻ്റെ പൊന്നെ നാണക്കേട്. എടാ എന്നെക്കൊണ്ട് ജോലി എടുപ്പിച്ചതേ നീ, എന്നിട്ട് എൻ്റെ അടുത്ത് നാണക്കേടെന്ന് പറയാൻ ഞാൻ വല്ലതും പറയുന്നില്ല. എന്താടാ നമുക്കൊരു കാര്യം ചെയ്യാം. എന്ത്? നമുക്കിപ്പോൾ ഇപ്പാനോടെ ഒന്ന് പോയിട്ടുണ്ടാവും. നമുക്കിപ്പോൾ അവൻ്റെ കൊട്ടാരത്തിൽ പോയിട്ട് അവൻ്റെ ഓരോ സ്കൂളിൽ കുറേ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അത് നോക്കാം. ഇപ്പം എനിക്ക് ലിയോയുടെയും മാക്സിൻ്റെയും എൻ്റെ ജോക്കർ പവറൊക്കെ ഉള്ളതാണ്. എനിക്ക് ഫ്ലെക്സിബിളാണ്. ചോദിച്ചൊക്കെ ചാടിയൊന്നുമില്ല ആൾക്കാർ നിന്നിട്ട്. മാക്സിൻ്റെ പഴയ വീട് എനിക്ക് റീബിൽഡ് ചെയ്യിപ്പിക്കുകയും അതിൽ നിന്ന് ഒറ്റൊരു സെക്കൻഡ് കൊണ്ട് ചാടി അവിടെ എത്തിക്കാന്ന് വെച്ചാലേ ഈ ഒരു സംഭവം. ഞാനിപ്പോൾ എന്തായാലും ഈ കുതിരയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. നമുക്ക് കണ്ടുപിടിക്കും. അച്ഛനമ്മയുടെ എനിക്ക് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്തെ കാര്യം. എൻ്റെ ലൈഫ് പോലെ ഈ മൃഗങ്ങളുടെ ലൈഫ് ആക്കില്ല. അല്ല നീ നിൻ്റെ പാസ്റ്റൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. പറയാണ്ടിരിക്കാനാണ് ഇപ്പം പറയില്ലെങ്കിൽ ഉള്ളതല്ലേ നിനക്ക് നഷ്ടക്കച്ചവടം ഉണ്ടാക്കും. നീ വന്നപ്പോൾ എന്താണ്? ഒന്നുമില്ല. കുതിരേനെ നീ അവിടെ ഇട്ടിട്ട് വരുന്ന നീ ഒരു കർഷകൻ്റെ അവാർഡ് എങ്ങനെ കിട്ടൂടെ? നിനക്കത് 2 മിനിറ്റ് മിണ്ടാണ്ടിരിക്കാൻ പറ്റും. കോളിപ്പം നമ്മളില്ലേ ഈ സാധനം എന്താണ്? എൻ്റെ ഐഡിയ ഉണ്ട്. അവൻ്റെ ബിഗ് ഇതെങ്ങനെയാണെന്ന് നോക്കണം. ഈ ബിഗ് ബാങ് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ എനിക്ക് അവനെ കറക്റ്റ് സമയത്ത് അടിക്കാൻ പറ്റും. അവൻ്റെ പ്ലാൻ എന്താണെന്ന് മനസ്സിലായി. അവൻ്റെ ഈ ബിഗ് ബാൻ എന്നുള്ളതിനിടയ്ക്ക് ബിഗ് ബാൻ എന്നൊക്കെ പറയില്ലേ, 10 വർഷമായിട്ട് അവൻ അതിൽ നിന്ന് വർക്ക് ചെയ്യണേ. ഒരു ബിഗ് ബാൻ ഉണ്ടാക്കും, അതുകൊണ്ട് ഞാൻ പുതിയ സിവിലൈസേഷൻ ഉണ്ടാക്കും എന്നൊക്കെ പറയുമ്പോൾ എനിക്കെന്തൊരു ഡൗട്ടടാ. അവൻ ഈ മനുഷ്യരൊക്കെ, അതായത് എനിക്കൊരു കാര്യം അറിയോ, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ എടാ പാട്ടുണ്ടാക്കണ നിർത്തളവനവൻ എൻ്റെ ആൾക്കാരെ കുറച്ച് നീ വല്ലോ ഇനി പറഞ്ഞു ഞാനൊക്കെ ഒന്ന് തള്ളോട്ടെ. ഓ ഇനി ഞാൻ പറയുന്നില്ല. അപ്പോൾ പറഞ്ഞു തന്ന കാര്യം പറയാം. അതായത് പറയാനും മറന്നു, മൂട് പോയി. എടാ ഞങ്ങളുടെ ഈ സ്റ്റോണേജില്ലേ, സ്റ്റോണേജ് കാലം, അതാണ് എൻ്റെ ഏറ്റവും വലിയ കാലം. അവിടെയാണെങ്കിൽ ആൾക്കാർ ബുദ്ധിയില്ലാതുകൊണ്ട് ഞാനൊരു കുറേ പേരെ കുറിച്ച് തിന്നിട്ടുണ്ട്. നീയാണോ നിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സും അല്ല? ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സോ? ഇപ്പം മഴ എനിക്ക് കൊല്ലണമെന്നുണ്ട്, പക്ഷെ നിന്നെ പുറത്തിറക്കാൻ പറ്റില്ല. ഈ പൊട്ട സ്പെയറോണ് ഞാൻ എന്ത് ചെയ്യാനാ? എന്നാലും ഇതുകൊണ്ടാണ് ഞാൻ കൊല്ലും.
കൊല്ലോ അവനൊരു ദിവസം. ആ എന്താണ് ഇവിടെ? എന്തിനാ ഈ കുതിരേനെ ഇങ്ങോട്ട് കൊണ്ട് ഈ വെള്ളക്കുതിരേനെ രാജാവ് കൊണ്ടുവരാൻ പറഞ്ഞു? ഓ നീയാണല്ലേ പുതിയത്. ആ ആ ആ ഓക്കെ, നീ ആ വാലെന്ന് കളിച്ചിട്ടുണ്ടോ? കുതിരേനെ മേലിൽ കൊണ്ട് കെട്ടിടാം. ഇതെന്തുവാടേ ഇവൻ്റെ സാധനങ്ങൾ മൊത്തം ഇതുകൊണ്ടൊക്കെയാണ് ഗോസ്വർണ്ണം കൊണ്ടാണല്ലോ ഉണ്ടാക്കിയത്. രാജാവ് എന്നെ തരാൻ പറഞ്ഞു. അതിനാ മറ്റേ തടവ് വാഴ വെച്ചേക്കണ കൂട്ടിലിട്ട് കൂട്ടിൽ കെട്ടിക്കോളൂ. എന്തായാലും അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം നീ വേഗം ചെയ്യണം. അത് എൻ്റെ സൂട്ടിൻ്റെ സൂട്ടിലുള്ള സൂട്ടിനില്ലേ അതൊക്കെ നമ്മുടെ കണക്ട് ചെയ്യും. ഓക്കെ, കണക്ട് ടു വാനം 1 2 3 കണക്റ്റ് ആയോ? ആ കണക്റ്റ് ആയി. ഓക്കെ ചേട്ടാ, എന്നെ ഞാൻ ഹലോ അതെ എന്നോട് അവൻ്റെ കളി ഈ കളി 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 കളമ്മക്കുണ്ടെന്ന് ഓടിക്കോ ഓടിക്കോ. ഇറങ്ങി നാളെ പറയാൻ തുടങ്ങി. ഓക്കെ, ഓ ഹോ ഹോ ഹോ, ഞാനൊന്നും കണ്ടില്ലേ, ഞാനൊന്നും ചെയ്തില്ലേ. ഒതു തന്നെ നമ്മളൊന്നും ചെയ്തില്ലേ, നമ്മളല്ല ഞാൻ. ഓക്കെ, അപ്പോൾ അവനെ കൊല്ല്. ഈ സ്ഥലം ഇപ്പോൾ നരകത്തിന് തുല്യമാണല്ലോ. ഓക്കെ, ആ ഫുൾ ഡേറ്റ ഫുള്ളായ ഫുള്ളാവാറായി. എന്താ ഇപ്പം ചെയ്ത് തന്നെ ഏകദേശം ഫുള്ളാവാറായി. ഓക്കെ, ഇത് കത്തിയില്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലും കുറച്ച് അവൻ്റെ എല്ല് കത്തിയല്ലോ, അത് കാണാം. ഓക്കെ, നീ നിൻ്റെ സൂട്ട് എടുത്തത് ചിലപ്പോൾ അതിനകത്തും വരും. ഈ പൊട്ട ഡ്രസ്സ് മുടി വെക്കട്ടെ, മാണ്ടൻ്റെ ഡ്രസ്സ്. എല്ലാം കെട്ടിക്കൊണ്ടു. എന്തായാലും അവന് ഗാഡ്സ് പോയാൽ അവന് വലിയ കുഴപ്പമുണ്ടാവും. അവന് ഒരെണ്ണം പോയാൽ അടുത്ത ലേഡി വെട്ടുകൊണ്ടല്ലേ ആണ്. ഓക്കെ, ഡോക്ടർ കോമേഴ്സ് എൻ്റെ അകത്തുണ്ടെന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി പോടാ. അതൊക്കെ ലോക്കല്ലേ? ആ ലോക്ക അതൊക്കെ ലോക്കി. ഈ ചാടി വന്നു. എടാ എന്നെ പെട്ടി നിറയടാ. സോറി, ആൾ പറയും ഇങ്ങനെ പെട്ടി നിറയ്ക്കാൻ നമ്മുടെ ബ്ലൂടൂത്ത് കണക്റ്റായതുകൊണ്ട് മാത്രം എനിക്ക് സംസാരിക്കാൻ പറ്റും. എടുക്കുന്നു തിളക്കാതെ. ഓക്കെ, നീ ഒന്ന് കണ്ണടച്ച്, എന്നാലേ വരത്തുള്ളൂ. ചില സമയത്ത് കണ്ണടച്ചൊക്കെ വരുമ്പോഴേ കിട്ടത്തുള്ളൂ. ടെക്നോളജി അവിടെ മൈൽസ് റെഡിയല്ലേ ഇത്? ഞാൻ പക്ഷേ ഇത്തിരി ആ ഫയൽ മൊത്തം വൈറസ് ആയത് കാരണം ഞാൻ നിൻ്റെ വോയിസിലാക്കി. ഓക്കെ ഓക്കെ, ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ സ്യൂട്ടിൽ നിന്ന് അത് മോഷ്ടിച്ചിടണം. എൻ്റെ ഈ വോയിസ് മോഷ്ടിച്ചിടണമെന്ന് എനിക്കറിയാം. ഹായ്, എൻ്റെ പേര് ആൻഡ്രൂ, അല്ലെങ്കിൽ ആൻഡ്രൂ ജീൻ. ഞാൻ ഞാൻ സ്പൂക്കി മാൻഷനിൽ 1456 വർഷമായി ജീവിക്കാൻ തുടങ്ങി. അത്ര അമ്മാതിരി കളവനാണ് ഇവൻ. അതിൻ്റെ ഇടക്കാണ് ആ സ്പൂക്കി മാൻഷൻ മൈൽസ് മൊറാലസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി കടന്നു വന്നത്. ഇവനെന്താ പോലെ സിനിമയുടെ ഡയറക്ടർ ഇതൊക്കെ പറയാം, ഇങ്ങനെയൊക്കെ പറയാം. കണ്ടിന്യൂ വേണം. അപ്പോൾ ഞാൻ അവനെ ഞാൻ എൻ്റെ പ്രത്യേകതരമായ
ഇഞ്ചക്ഷൻ കൊണ്ട് അവനെ മയക്കി കിടത്തി ഞാൻ. അവിടെ ഇതേപോലെ തന്നെ ലിയോനെ അവനോട് അങ്ങനെ കിടത്തിയത്. അതുകൊണ്ട് ഞാൻ കുറേ നാളുകൾ കഷ്ടപ്പെട്ട് അവനെ ഒരു ഐസിൽ മൂടി അവനെ കൊന്ന് ഇഞ്ചിഞ്ചായി കൊല്ലാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഉള്ളിൽ ഒരു സിംബിയോട്ട്, അതായത് ഒരു ഭയങ്കര ശക്തിശാലിയും ഈ യൂണിവേഴ്സിൽ അവനെ കൊണ്ട് ഭയങ്കര ഇതുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ആ മൈൽസിൽ നിന്ന് സിംബിയോട്ട് എടുത്തത് മൈൽസ് മരിച്ചു. അതായിരുന്നു എൻ്റെ ചാൻസ്. മെഗിൽ ഓഹാറ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഉള്ളിലായിരുന്നു ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നത്. അവൻ്റെ ഉള്ളിൽ നിന്ന് ഓൺ ദ സ്പോട്ട് ഹീ ഡൈസ്. അങ്ങനെ ഞാൻ മൈൽസ് മൊറാലസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഉള്ളിൽ കയറി. അവൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഒരു ദിവസം എൻ്റെ പിക്സിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു വാർത്ത കിട്ടി. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്പൈഡർമാൻ, അല്ലെങ്കിൽ WB സ്പൈഡർമാൻ അവിടെ വന്നിട്ടുണ്ടെന്ന്. എനിക്ക് മനസ്സിലായി അവൻ്റെ ഉള്ളിലുള്ള സിംബിയോട്ട്, അതായത് വെനം. നീ എവിടെയാണോ പൊട്ട സിനിമയും കേൾക്കിട്ട് നീ നാട്ടൊക്കെയാണോ പൊട്ട വരുന്നത്? സോറി സൂപ്പിട്ടാരും കണ്ടിട്ടുണ്ടാവില്ല. എടാ പ്രേതത്ത് കയറടാ. ഞാനൊരു സാധനം കേൾക്കുക, എൻ്റെ ഇടക്കാണ് ഈ സാധനത്തിന് കിടത്തുള്ളവനെ കൊന്നു കൊല വിളിക്കുന്നത്. ഓൺ ചെയ്യണത്. അപ്പോഴാണ് ഞാൻ അവൻ്റെ ഉള്ളിൽ കയറി ആ മാരകമായ ആ ജീവിനെ എടുക്കാമെന്ന് വെച്ചാൽ വെനം. ആ ജീവിക്ക് 3 സ്പൈഡർമാൻ്റെ ശക്തിയുണ്ട്. 1 പീറ്റർ പാർക്കർ, മാക്സ് പാർക്കർ ആൻഡ് ലിയോ ദാസ്. 3 സ്പൈഡർമാൻ്റെ ശക്തിയും ജോക്കറിൻ്റെ ഒരു ശക്തിയും കൂടി ചേർന്ന യൂണിവേഴ്സിലെ ഗ്രേറ്റ് വാറിയേഴ്സിനേക്കാളും ഏറ്റവും ശക്തിശാലിയും ബുദ്ധിശാലിയും ടാക്ലിസും ഇൻ്റലിജൻസ് എല്ലാം അവൻ്റെ ഉള്ളിലേക്ക് കയറി അവൻ ലോകത്തിലൊരു പെർഫെക്റ്റ് മാൻ ആവും, അല്ലെങ്കിൽ ഒരു വുമൺ. ഞാനപ്പോൾ അവനെ പിന്നിൽ നിന്ന് കുത്തി അവനെ താഴ്ത്തിറക്കി. പക്ഷേ അവൻ്റെ സ്യൂട്ടിൽ അവൻ്റെ ബോഡി എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവനെ വെള്ളത്തിലേക്ക് ചാടി. ആ വെള്ളത്തിലുള്ള ബാക്ടീരിയ മൊത്തം മീൻസ് ന്യൂക്ലിയർ എനർജി. ആ ന്യൂക്ലിയർ എനർജിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ന്യൂക്ലിയർ എനർജി മൊത്തം നമ്മുടെ ബോഡിയിൽ കയറി ഗോഡ്സിലയുടെ പവർ മൊത്തം നമ്മുടെ മേത്താണ്. ബട്ട് അതൊരു സാധാ ഹ്യൂമന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എക്സ്പെഷ്യലി 1500 വർഷം ജീവിച്ചിരുന്ന എനിക്ക് അത് അസംഭവ്യമാണ്. ഇവൻ എവിടത്തവനാണോ 1500 സംതിങ് ലീവ് ചെയ്തവനാ എൻ്റെ പോനെ. പോന് എന്തോരം ചിക്കൻ കറി തിന്നിട്ടുണ്ടോ ചേട്ടാ? നിനക്ക് 2 മിനിറ്റെങ്കിലും ചിക്കൻ കറിയുടെ കാര്യം ഓൾക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. നൈസ്, കണ്ടിന്യൂ. അപ്പോൾ ആ വെനത്തിനെ എനിക്ക് കിട്ടിയില്ല. കാർണേജും വെനവും ഒരുമിച്ച് ചേർന്ന 3 സ്പൈഡർമാൻ, 1 ജോക്കർ, അല്ലെങ്കിൽ പിന്നെ കാർണേജും വെനവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പെർഫെക്റ്റ് മാൻ അല്ലെങ്കിൽ വുമൺ. പെർഫെക്റ്റ് മാൻ അല്ലെങ്കിൽ വുമണിൻ്റെ അൾട്രാ വുമൺ അല്ലെങ്കിൽ മാൻ അവനാവും. അപ്പം കാർണേജ്. പക്ഷേ എനിക്കവനെ കിട്ടിയില്ല. ഇപ്പോൾ ഞാൻ 10 വർഷമായി റിസർച്ച് നടത്തുന്നു. എല്ലാ കൺട്രികളിലും ഞാൻ നോക്കി, എല്ലാ മനുഷ്യന്മാരിലും നോക്കി, എൻ്റെ പടയാളികളെ ഞാൻ നോക്കി, എൻ്റെ പക്ഷേ വില്ലേജസിൻ്റെ ഉള്ളിലും ഒന്നുമില്ല. നോക്കി അത് ഒരു പ്രേതങ്ങളായി ഇവിടെ മൊത്തം അലയാൻ തുടങ്ങി. അതിപ്പോൾ വില്ലേജസ് അതിനെടുത്ത് സ്വന്തം ഇതുപോലെ യൂസ് ചെയ്യാൻ തുടങ്ങി, സ്വന്തം ആവശ്യത്തിന് വേണ്ടി.
ഈ വേൾഡ് ഇപ്പോഴും കെയോസ് അല്ലെങ്കിൽ മാഡ്നെസ് എല്ലാം ഉള്ളിൽ കയറിയിട്ടാണ്. ഒരു മിനിറ്റ് വേണമെന്ന് പോസ് ചെയ്താൽ ഇതിനെയൊക്കെ കൊണ്ട് പണിയാണ്. വേഗം എനിക്കൊരു സ്ഥലം വരെ പോകേണ്ടില്ല. ഏത് സ്ഥലമാടാ? എടോ സ്പൈഡർമാൻ അല്ലേ? സ്പൈഡർമാനാ? അതാ സ്പൈഡർമാൻ. ലിയോ, നമ്മുടെ ലിയോ ആണത്. ചേട്ടാ ഞാൻ മാമ ഞാൻ സ്പൈഡർമാൻ്റെ ഷൂട്ടിട്ട് വന്നതാണ്. ഓ സോറി മോനെ പോട്ടൻ. നീ എന്താണ് നമ്മുടെ പഴയ റെൻ്റൽ ഹൗസിൽ വെക്കണം? ഇവിടെ അല്ലടാ പൊട്ടാന്നൊക്കെ ഇരിക്കണം. ഇനി പ്ലേ ഒരു മിനിറ്റ്. ഇത്രയൊക്കെ ആയാടാ നിൻ്റെ പോപ്പുലേഷൻ? എടാ ഞാൻ നിനക്ക് ഈ വീഡിയോ സ്പീക്കറിൽ ഇടാം. നിനക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും മനസ്സിലാവും. ഇപ്പോൾ അവൻ്റെ ചരിത്രം പറയുമ്പോൾ ആൻഡ്രോ കേട്ടോ. അപ്പോൾ ഞാൻ ബിഗ് ബാൻ എന്നുള്ളൊരു സാധനം, അതായത് ജോക്കേഴ്സിന് മാത്രം പറ്റുന്ന ജോക്കറിൻ്റെ ട്രൈഡൻറ്റ്, അത് ഒരാളുടെടുത്തും അനുസരിക്കത്തില്ല. ഇപ്പോൾ 44ാമത്തെ ജോക്കറായിട്ടുള്ള ആലഞ്ചൻ മരണപ്പെട്ടു. അവനിപ്പോൾ എവിടെയാണെന്നോ അവൻ്റെ ബോഡി ഒരാൾക്കും കിട്ടിയിട്ടില്ല. ബട്ട് അവൻ്റെ ആ സ്യൂട്ട് ഒരു ദി വൺ ആൻഡ് ഓൺലി ഹീറോ ലേക്കിൽ താഴ്ന്നു കുത്തി. അതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എനിക്ക് നിങ്ങൾ ഇത്രയും എൻ്റെ ഇത് കേട്ടെന്നറിയാം. നിങ്ങളിത് എടുത്തൊന്നും എനിക്കറിയാം. ആരാണെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഒരാളെടുത്തിട്ടൊന്നും എനിക്കറിയാം. അത് എനിക്ക് എവിടെയാണെന്നും അറിയാം. നീ ആരാണെന്നും എനിക്കറിയില്ല. ബട്ട് ഐ ആം വെയിറ്റിംഗ് ഫോർ യു. എനിക്കറിയാം നീ വില്ലേജിനെ ഫ്രീ ആക്കാൻ നോക്കണമെന്ന്. സോ ഐ ആം വെയിറ്റിംഗ്. വെനം അതിൻ്റെ വീഡിയോ കഴിഞ്ഞില്ല? വെനം കഴിഞ്ഞു. സോ എന്നാലേ എനിക്ക് അവനോടും കൂടി പറയാനുള്ളടാ. ഐ ആം ഓൾസോ വെയിറ്റിംഗ്. അവനെ ഞാൻ എന്തായാലും കൊല്ലും, അതിപ്പോൾ ഉറപ്പായി. എടാ ഫ്രോക്ക്, അപ്പം നീ പറയുന്നത് എന്താ? റാങ്കു, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ ഇപ്പോൾ ട്രെയിനിൽ നീ ഒരു അർഹതയും നിനക്ക് ഇപ്പോൾ ട്രെയിനിലില്ല. നാണം കെടുത്തലാടാ ഒരു വല്ല സിംബിയോട്ടിൻ്റെ ഒരു ഏലിയൻ്റെ അടുത്ത്. എക്സ്ക്യൂസ് മീ. അപ്പോൾ ഇപ്പോൾ അവന് വെനത്തിൻ്റെ പുറകെ നടക്കണം. സോ അപ്പോൾ നിന്നെ എൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ അവൻ ഓൺ ദ സ്പോട്ട് ഈ വില്ലേജ് കത്തിക്കുക ഉറപ്പാണ്. അത് ഉറപ്പൊന്നുമല്ല, 100% ഷുവർ. ഞാനാണ് സത്യം. അവൻ എന്തായാലും നമ്മളെ കൊല്ലാൻ നോക്കും. സോ നമ്മളിങ്ങനെ എന്ത് ചെയ്യും? അപ്പം എനിക്ക് പറയാനുള്ളത്, ലിയോക്ക് നീ എന്തെങ്കിലും പറ. നീ അതിലിപ്പോൾ ഒരു വൃത്തി പോലും നിനക്കില്ല. സോ ആ ട്രെയിനിൻ്റെ നിനക്ക് എടുക്കാനും എടുക്കാനും ഇതാക്കാൻ പറ്റും. പക്ഷെ അത് നിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരത്തില്ല. നിനക്കത് തിരിച്ചു ഇപ്പോൾ അവിടുത്തെ ഒരു വില്ലേജ് ഉണ്ട്, ആ സ്നോ വില്ലേജ്. അവിടെ ഒരു മോൺസ്റ്റർ ഇതാക്കുക. നിനക്ക് നീ ഏതെങ്കിലും ഞാൻ പറയണ ഒരു ദിവസം നീ അവിടെ പോകണം. ആ സമയത്ത് ആ മോൺസ്റ്റർ അവിടെ ഉണ്ടാകത്തുള്ളൂ. നീയാണോടാ മോൺസ്റ്റർ എടുക്കുന്നത്? അല്ലടാ, ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് അത് വന്നത് എപ്പോഴും. അപ്പോൾ ഞാൻ പറയുമ്പോൾ നീ അവിടെ പോയി ആ മോൺസ്റ്ററിനെ കൊല്ലണം. അപ്പോൾ നീ നിൻ്റെ വെർത്തിനെസ് അതിന് കാണിക്കും. അപ്പോൾ അതിൻ്റെ അടുത്ത് അതിൻ്റെ ലോയൽറ്റി നിൻ്റെ അടുത്തേക്കും വരും. അങ്ങനെ അതിൻ്റെ ഫുൾ പവർ നിൻ്റെ അടുത്തായിരിക്കും. ഓക്കെ, നോക്കാം. എങ്ങനെയെങ്കിലും നോക്കാം നമ്മൾ ജയിക്കണം. നമ്മൾ എന്തായാലും ജയിക്കണം. അലക്സ്, നീ നിൻ്റെ ടാക്സ് ഒക്കെ അടച്ചായിരുന്നാടാ? ഫുഡ് വാങ്ങിച്ച് അടച്ചായിരുന്നു 2 മാസത്തേക്ക് എനിക്ക് അടക്കണമല്ലോ. അലൻ, എനിക്ക് ഒച്ചത്തിൽ ഞാൻ പറഞ്ഞത് ചെറിയ അവനിപ്പോൾ നേരെ മറ്റേ ഹീറോ ലേക്കിൻ്റെ അടുത്തേക്കാണ് പോയത്. ഇനി അവനിപ്പോൾ അത് കിട്ടിയിടാൻ തിരിച്ചു വരുന്നുണ്ട് ഇങ്ങോട്ട്. എന്തായാലും
നീ എങ്ങനെയുള്ളത് കണ്ടുപിടിക്കണോടാ ജോക്കറിൻ്റെ സ്യൂട്ട്, അല്ലെങ്കിൽ നമ്മുടെ വില്ലേജിൻ്റെ റൂയിൻ്റെ ആയി പോടാ. ഞാൻ നോക്കട്ടെടാ, ഇനിയും നോക്കാം. അപ്പം ചത്ത് ഫോർ ഷുവർ. യാ അതാടാ അതാടാ. ഇനി നമുക്ക് ട്രെയിനിങ് തുടങ്ങാം. ദ ട്രെയിനിങ് ഓഫ് ജോക്കർ വെനം.